നമസ്കാരം സർ. നമസ്കാരം. അപ്പോൾ തെരഞ്ഞെടുപ്പ് എല്ലാ വിശേഷങ്ങളും ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം അങ്കമാലി ഇത്രയും സ്ട്രോങ് ആണ് സർ? അങ്കമാലിയിൽ എത്ര വിജയ പ്രതീക്ഷ? അങ്കമാലിയിൽ 100% സ്ട്രോങ് ആണ്. അങ്കമാലി UDFന് വളരെ ശക്തിയുള്ള പ്രദേശമാണ്. ഞങ്ങൾക്ക് പറയാം, ഒരു ജനഹിതമാണ് ജനവിധിയെങ്കിൽ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനുണ്ടായ ജനഹിതം വലിയ അനുകൂലമാണ്. ഒരു പഞ്ചായത്ത് ഒഴിച്ച് ബാക്കി എല്ലാ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയിലും UDFന് വിജയിച്ചു. അതൊരു അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്തൊക്കെ ഒരു ഏകപക്ഷീയമായ വിജയമാണ്, 100% വിജയമാണ്. അപ്പോൾ അത്രമാത്രം ഒരു ശക്തിയുള്ള പ്രദേശമാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പൊതുവായ രാഷ്ട്രീയ സാഹചര്യം അങ്കമാലിയിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ്. ഈ 2 വർഷം ഭരിച്ച പിണറായി വിജയൻ ഗവൺമെൻറ് താഴെ ഇറങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന വോട്ടർമാർ. അതോടൊപ്പം തന്നെ ഇവിടെ മറ്റൊരു പ്ലസ് പോയിന്റ് കൂടി UDFനുണ്ട്. അത് റോജി എം ജോൺ എന്ന സ്ഥാനാർത്ഥിയാണ്. ഈ 2 അനുകൂല ഘടകങ്ങളാണ്. ഈ 2 അനുകൂല ഘടകങ്ങളായതുകൊണ്ട് വളരെ നല്ലൊരു വിജയമാണ്. തീർച്ചയായിട്ടും 10 വർഷക്കാലത്തെ നമുക്ക് ഒരുപാട് വികസനങ്ങൾ മുന്നോട്ട് വെച്ച് കാണിച്ചു കൊടുക്കാനുണ്ട് നമുക്ക്. അതുകൊണ്ട് തന്നെ റോജി എം ജോണിന്റെ വിജയ സാധ്യത അങ്ങേയറ്റം കൂടി തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ അതിനിടയിലും കോൺഗ്രസിനകത്ത് ചില പൊട്ടിത്തെറികൾ നമ്മളിങ്ങനെ വാർത്തകൾ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുന്നപ്പള്ളിയുടെ ആണെങ്കിലും കെ സുധാകരന്റെ പ്രശ്നം തീർന്നു, കുന്നപ്പള്ളിയുടെ പ്രശ്നം തീർന്നു. സുധാകരൻ തീർന്നതായിട്ട് മാധ്യമങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്ത് കൃത്യമായിട്ട് ഞാനിത് കഴിഞ്ഞിട്ട് അവിടെ മീറ്റിങ്ങിന് പോകുന്നു. 5 മണിക്ക് അവിടുത്തെ UDF മീറ്റിംഗ് ആണ്. ഒരു പ്രശ്നമില്ല. നാളെ അദ്ദേഹവും ഇതുപോലെ സജീവമായിട്ട് ഇറങ്ങും, നമ്മുടെ കൂടെ ഉറപ്പുള്ള കാര്യമാണ്. സജീവമായിട്ട് ഇറങ്ങും. അപ്പോൾ എല്ലാ രീതിയിലും അനുകൂലമായിട്ട് തന്നെ ഈ ഒരു 10 വർഷക്കാലത്തെ ഭരണവിരുദ്ധത എന്തായാലും ഇവിടെ കേരളം ഉടനീളം പിണറായി വിജയന്റെ ധാർഷ്ട്യത്തിനും അതുപോലെ തന്നെ അഹങ്കാരത്തിനുമുള്ള വിരുദ്ധത ഇതെല്ലാം. അതോടൊപ്പം തന്നെ ഞാൻ പറയുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടിയും BJPയും തമ്മിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ബന്ധമുണ്ട് എല്ലാ മേഖലയിലും. അതും കേരളത്തിലെ ജനങ്ങൾ അതിനും ശക്തമായി പ്രതികരിക്കും. സർ, പലയിടങ്ങളിൽ നമ്മൾ ഇത് ചോദിച്ചപ്പോൾ പബ്ലിക് ഒപ്പീനിയൻ എടുക്കുന്ന സമയങ്ങളിലൊക്കെ പുനർജനി അതുപോലെ വയനാട് ദുരന്തത്തിൽ നമ്മൾ പിരിച്ച ക്യാഷിൻ്റെ ഒക്കെ കണക്ക് പറയുകയാണെങ്കിൽ നമുക്ക് വോട്ട് ചെയ്യാമെന്ന് പറയുന്ന ഒരുപാട് പേരെ കണ്ടു. വയനാട് ദുരന്തമല്ല, എല്ലാ വിഷയങ്ങളിലും നമ്മൾ കൃത്യമായിട്ട് അത് മാത്രമല്ല, ഈ തവണ വരാൻ പോകുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തുണ്ടായിരിക്കുന്ന ഒരു ജീർണതയാണ്. വയനാട് ദുരന്തത്തിന് മാത്രം രക്തസാക്ഷി ഫണ്ട് മോഷ്ടിച്ചവർ കണക്കും കള്ളക്കണക്കും തമ്മിൽ അവിടെ പ്രശ്നം. കണക്ക് പറയുന്നവരെ പുറത്താക്കുന്നു, കള്ളക്കണക്ക് പറയുന്നവരെ അനുകൂലിക്കും. പക്ഷേ കള്ളക്കണക്ക് മാത്രമാണ് ജനങ്ങളിലേക്ക് എത്തുന്നത്, കണക്കുകൾ ജനങ്ങളിലേക്ക് എത്തുന്നില്ല. അതൊക്കെ എത്തിക്കുന്നുണ്ട്. അതൊരു കുഴപ്പമില്ല. ഉറപ്പായിട്ടും. താങ്ക് യു സർ. താങ്ക് യു.